LDF ക്യാമ്പിൽ നിന്ന് ബെൻസൻ ബാബുവാണ് എം സ്വരാജിനൊപ്പം ഉള്ളത്. ബെൻസൻ, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ കളം പിടിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ LDF. ആ ആവേശം അവസാന ഘട്ടം വരെ അവർക്ക് നിലനിർത്താനായി. ഇന്നിപ്പോൾ ഇതാ അവസാന പെരുക്കത്തിലും മേളപ്പെരുക്കത്തിലും LDF ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുകയാണ് മത്സരത്തിൽ. എങ്ങനെയാണ് അവരുടെ പ്രതീക്ഷകൾ? എങ്ങനെയാണ് കൊട്ടിക്കലാശം? വിനിൽ കേൾക്കാം. ഇപ്പോൾ നമുക്കറിയാം, കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത് LDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ മരുതയിൽ നിന്നും ആരംഭിച്ചു, വഴിക്കടവിലേക്ക് എത്തുന്നു. വഴിക്കടവിൽ നിന്നും വിവിധ കേന്ദ്രങ്ങളിൽ കൂടെ നിലമ്പൂരിലേക്ക് എത്തും. വൈകിട്ട് 3 മണിയോടുകൂടി ഇതിന് നിലമ്പൂരിൽ എത്തിച്ചേരും. അവിടെ കൊട്ടിക്കലാശം വലിയ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് ഒപ്പമുള്ള ഇതിന് തൊട്ടു പിന്നിൽ നിരവധിയായിട്ടുള്ള ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് ഈ റോഡ് ഷോ മുൻപോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥി നമ്മളോടൊപ്പമുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ല മഴയായിരുന്നു. കാലാവസ്ഥ അനുകൂലമാണ്. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമാണോ? ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു, രാത്രിയിലും. ഞങ്ങൾ റോഡ് ഷോ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ മഴ പെയ്തിരുന്നു. ഇപ്പോൾ കുറച്ച് അനുകൂലമായി. ഇനിയിപ്പോൾ മഴ പെയ്യുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ അനുഭവം, എത്ര തോരാതെ പെയ്യുന്ന മഴയിലും ഉള്ളിലെ ആവേശത്തിൻ്റെ അഗ്നി കെട്ടുപോകാതെ നാടാകെ LDFിൻ്റെ പ്രചരണ പരിപാടികളിൽ ഒഴുകിയെത്ത അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന വെയിൽ മാറി മഴയായാലും പ്രശ്നമൊന്നുമില്ല. ആ കാലാവസ്ഥയുടേതായ വ്യത്യാസത്തെ മറികടക്കുന്ന ഇച്ഛാശക്തിയും ആവേശവും ഈ മണ്ഡലത്തിലെ LDF പ്രവർത്തകർ ജനങ്ങളാകെയും പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പിന്തുണ പകർന്നു നൽകുന്ന ആവേശത്തിൻ്റെ ആഹ്ലാദത്തിലാണ് ഞങ്ങൾ. ഈ തവണ നിലമ്പൂർ LDFന് തിളക്കമാർന്ന വിജയം സമ്മാനിക്കും എന്ന കാര്യത്തിൽ ഈ മണ്ഡലത്തിലെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ UDF കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർത്തിയ വലിയൊരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപം, LDFന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറയാനില്ല, മണ്ഡലത്തിൽ വികസനങ്ങൾ പറയാനില്ല, അതിനു പകരമാണ് വർഗീയത പറഞ്ഞ് മുൻപോട്ട് പോകുന്നത്. ഇന്നലെയും ആ ആരോപണങ്ങളൊക്കെ ആവർത്തിക്കുന്നുണ്ടായിരുന്നു നേതാക്കൾ. അത് മനുഷ്യരാരും അങ്ങനെ പറയില്ല. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ നേതാക്കളെന്ന് നിങ്ങൾ ചോദിക്കും, അവർ മനുഷ്യരല്ലേ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാവും. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇങ്ങോട്ട് വികസനം മാത്രമാണ് പറയുന്നത്. വികസന കാര്യങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണ അദ്ദേഹത്തിന്റെ റോഡ് ഷോയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് LDF ക്യാമ്പിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടോ? വോട്ടുകൾ അദ്ദേഹത്തിലോട്ട് പോകുമെന്നുള്ളൊരു ആശങ്കയുണ്ടോ? അദ്ദേഹം ഇന്നത്തെ കലാശക്കൊട്ട് തന്നെ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത്. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ മത്സരിക്കുന്നു എന്നതോ അവർ മുൻപോട്ട് വയ്ക്കുന്ന എന്നതോ ഞങ്ങളെ സ്വാധീനിക്കുന്നതല്ല. എല്ലാവരും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മത്സരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഓരോരുത്തർക്കും അതിനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ നാടിൻ്റെയും ജനങ്ങളുടെയും ഭാവിയെ കരുതിയുള്ള നിലപാടുകൾ ആവിഷ്കരിക്കുന്നു. അത് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കുന്നു. ഞങ്ങളുടെ നയപരിപാടികൾക്കുള്ള പിന്തുണ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റാരൊക്കെ മത്സരരംഗത്തുണ്ട് എന്ന് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞങ്ങളതൊന്നും ഗൗനിക്കുന്നതേയില്ല. അതൊന്നുമല്ല ഈ നാട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഈ പരസ്യപ്രചാരണം അവസാന മണിക്കൂറുകളിലേക്കാണ്. അപ്പോൾ ഒരു ഫിഗറിലേക്ക് എത്തിയിട്ടുണ്ടോ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടതുമുന്നണിയുടെ പല പ്രവർത്തകരും അത്തരത്തിലുള്ള ഫിഗറുകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പക്ഷേ പൊതുവെ ഭൂരിപക്ഷം പ്രവചിക്കുക എന്നൊരു നില സ്വീകരിച്ചിട്ടില്ല. ഞാൻ മത്സരിക്കുന്ന 3ാമത്തെ തെരഞ്ഞെടുപ്പാണിത്. മുൻപും അങ്ങനെ ഒരു പ്രവചനത്തിന് നിന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ LDFിൻ്റെ ഭാഗമായ പലരും പ്രവചിക്കുന്നതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ഈ നാടിൻ്റെ പ്രതികരണം കാണുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഉറപ്പുള്ളത്. അവസാനമായിട്ടൊരു ചോദ്യം കൂടി. ഇന്നലെ താങ്കൾ VV പ്രകാശിന്റെ വീട്ടിൽ ഒരു സന്ദർശനം നടത്തി. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട സൗഹൃദ സന്ദർശനമെന്ന് താങ്കൾ പറയുമ്പോഴും അത് UDF ക്യാമ്പിൽ ചർച്ചയാവുന്നുണ്ട്, മണ്ഡലത്തിൽ ചർച്ചയാവുന്നുണ്ട്. അതെനിക്കറിഞ്ഞൂടാ. ഞങ്ങളതിനെ ഒരു രാഷ്ട്രീയ കാര്യമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടല്ല കണ്ടത്. അത് മനുഷ്യത്വപരമായൊരു കാര്യം, മനുഷ്യസ്നേഹപരമായൊരു കാര്യം. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും വ്യക്തിപരമായ സൗഹൃദം നല്ലതാണ്.
വ്യക്തിപരമായ ശത്രുത വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് ഉണ്ടാവാൻ പാടില്ല. ആശയങ്ങളും നിലപാടുകളും കാഴ്ചപ്പാടുകളുമാണ് വ്യത്യസ്തത. അത് കൃത്യമായി ഉയർത്തിപ്പിടിക്കുകയും അതിൻ്റെ ഭാഗമായി നല്ല വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അപ്പോഴും വ്യക്തിപരമായ ശത്രുത പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ശ്രീ വി പ്രകാശ് പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹം നമ്മോട് വിട പറയുന്നത് വരെയും അദ്ദേഹവുമായി നല്ല ബന്ധമായിരുന്നു, പരസ്പര ബഹുമാനമുള്ള ബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുക എന്നത് സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരും ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനും അതേ ചെയ്തിട്ടുള്ളൂ. അതിനെ തെരഞ്ഞെടുപ്പുമായിട്ടൊന്നും കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. ആ നിലയിൽ ഞങ്ങളതിനെ ഉപയോഗിക്കുകയോ അങ്ങനെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. അത് സംബന്ധിച്ച എന്തെങ്കിലും തർക്കങ്ങളിലേക്കും ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊന്നും ഞങ്ങളുടെ കാര്യമല്ല. സ്ഥാനാർത്ഥി സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്ത് തന്നെയാണ് മുൻപോട്ട് പോയത്. കഴിഞ്ഞ 9 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസനം, കേരളത്തിൽ അപ്പാടെ നടത്തിയിട്ടുള്ള വികസനം, അവയെല്ലാം എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത്. മറ്റ് വിവാദങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. വികസനം എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻപോട്ട് പോയതെന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ ഫലം 23-ാം തീയതി കാണാൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിക്കടവിലേക്ക് എത്തിച്ചേരുകയാണ് റോഡ് ഷോ. വഴിക്കടവിൽ നിന്നും വിവിധ കേന്ദ്രങ്ങൾ സഞ്ചരിച്ച് നിലമ്പൂരിലേക്ക് 3 മണിയോട് കൂടി എത്തിച്ചേരും. അവിടെ വെച്ചിട്ടാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാനഘട്ടം കൊട്ടിക്കലാശം ഉണ്ടാവുക. നിലമ്പൂരിൽ വെച്ചാണ് കൊട്ടിക്കലാശിക്കുന്നത്. സ്ഥാനാർത്ഥി ഇങ്ങനെ കിലോമീറ്ററുകളോളം റോഡ് ഷോ നടത്തിക്കൊണ്ട് നിലമ്പൂരിൽ എത്തുകയാണ്. ഉറക്കമില്ലാത്ത ഓട്ടമായിരുന്നു എം സ്വരാജ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്. അപ്പോൾ ആ ഓട്ടത്തിന് നാളെയാണ് ഈ മൗനപ്രചാരണം അവസാനിക്കുന്നത് എങ്കിൽ പോലും ഇന്ന് ആ വലിയ ബഹളത്തിന് ഒരു അവസാനമാവുകയാണ്. നാളെ നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാളാണ് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോവുക.